ഡൽഹിയിൽ വിജയിച്ചത് പി.സി. ചാക്കോയുടെ തന്ത്രങ്ങളാണ്. ഡൽഹിയിൽ എല്ലാ സീറ്റിലും ബി.ജെ.പി. ജയിക്കാതിരിക്കാനായി ചാക്കോ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് അംഗീകാരമായതോടെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യം യാഥാർത്ഥ്യത്തിലേക്ക്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സഖ്യത്തിന് വഴങ്ങിയതോടെ സീറ്റ് വിഭജന കാര്യങ്ങൾ തീരുമാനിക്കാൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അനുമതി നൽകി. ആകെയുള്ള 7 സീറ്റിൽ 3 കോൺഗ്രസിന് എന്നാണ് ധാരണ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. എന്നാൽ ഹരിയാനയിലെ സഖ്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ വിഷയത്തിലും ചർച്ച തുടരും. ഡൽഹിയിൽ ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് മോദിക്ക് അനുകൂലമായ വിധിയെഴുത്തിന് കാരണമാകുമെന്ന് പി.സി. ചാക്കോ വിലയിരുത്തിയിരുന്നു. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതും റോബർട്ട് വാദ്രയും ഇതിനെ എതിർത്തിരുന്നു. ഇതോടെ സഖ്യത്തിന് ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തയ്യാറായിട്ടും ചർച്ചകൾ മുന്നോട്ടു പോയില്ല. എന്നാൽ ഡൽഹിയിൽ പരമാവധി സീറ്റ് നേടുക എന്ന തന്ത്രം സ്വീകരിക്കാൻ ചാക്കോയുടെ സമ്മർദ്ദ ഫലമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ വാദ്രയുടെയും ഷീലയുടെയും തന്ത്രങ്ങൾ പൊളിഞ്ഞു. ഡൽഹിയുടെ പൂർണ്ണ സംസ്ഥാന പദവി തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എ.പി.യുമായി ചർച്ച ചെയ്യും. ന്യൂഡൽഹി, ചാന്ദിനി ചൗക്ക്, വടക്ക് കിഴക്കൻ ഡൽഹി മണ്ഡലങ്ങൾ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് സൂചന. ബാക്കിയുള്ള 4 സീറ്റുകളിലും എ.പി. മത്സരിക്കുമോ, ഒരു സീറ്റിൽ പൊതു സ്വതന്ത്രനെ നിർത്തുമോ തുടങ്ങിയ കാര്യങ്ങളും തീരുമാനിക്കും. ഡൽഹിയുടെ ചുമതലയുള്ള മുതിർന്ന നേതാവ് പി.സി. ചാക്കോയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് പി.സി.സി. അധ്യക്ഷ ഷീലാ ദീക്ഷിത് ഉൾപ്പെടെയുള്ളവർ അനുകൂല നിലപാട് സ്വീകരിച്ചത്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, പി.സി. ചാക്കോ, ഷീലാ ദീക്ഷിത് എന്നിവർ രാഹുലുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം ആയത്. രാഹുലിന്റെ നിലപാടാണ് നിർണായകമായത്. ഒരു ഘട്ടത്തിൽ മുഖ്യ ചർച്ചകളിൽ കോൺഗ്രസ് പിന്നോട്ടെന്ന് പ്രവർത്തക സമിതി അംഗം കൂടിയായ പി.സി. ചാക്കോ വിമർശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നയമില്ല. മോദി സർക്കാരിന്റെ 2ാം വരവ് ഒഴിവാക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് വേണ്ട പിന്തുണ നൽകാൻ സഖ്യ ചർച്ചകളുടെ ചുമതലയുള്ളവർ തയ്യാറാവുന്നില്ല എന്ന് ചാക്കോ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നിലെ വ്യക്തി താൽപര്യങ്ങൾ പൊളിച്ചുകാട്ടിയാണ് ചാക്കോ ഡൽഹിയിൽ സഖ്യം ഉറപ്പിച്ചത്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയാൻ പരമാവധി കക്ഷികളെ കൂടെ നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി പിന്നോട്ടാണെന്ന് പി.സി. ചാക്കോ കുറ്റപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ട നേതാക്കൾ നിസ്സംഗത പാലിക്കുകയാണ് എന്ന് ഡൽഹിയുടെ ചുമതലയുള്ള എ.ഐ.സി.സി. സെക്രട്ടറി പറഞ്ഞിരുന്നു. എ.കെ. ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മുൻകൈ എടുത്താൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഇതിനോടകം യാഥാർത്ഥ്യമാകുമായിരുന്നു എന്ന് ചാക്കോ ആരോപിച്ചിരുന്നു. ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇക്കാര്യം ആന്റണിയോട് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ടത്ര പ്രതികരണമുണ്ടായില്ല. ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് ഡൽഹി പി.സി.സിയിലെ 90% പേരും തയ്യാറാണെന്ന് പി.സി. ചാക്കോ പറഞ്ഞിരുന്നു. ആം ആദ്മിയുമായുള്ള സഖ്യം യാഥാർത്ഥ്യമായാൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലായുള്ള 30-ലധികം സീറ്റുകൾ മുന്നേറാനാവുമെന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം രാഹുലിനെ ചാക്കോ ബോധ്യപ്പെടുത്തി. ഇതോടെ ഡൽഹിയിലെ ഷീലാ ദീക്ഷിതിന്റെ എതിർപ്പിനെ രാഹുൽ തള്ളിക്കളയുകയും ചെയ്തു.